പുണ്യ നബി പറഞ്ഞു അർറുയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. ശരിക്കാട്ടോ, ഇവിടെ മനസ്സിലാക്കണം. രണ്ട് കാര്യം പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് അർറുയ സ്വാലിഹ യറാഹു റജുലു ഔ തുറാലഹു. സാലിഹായ സ്വപ്നാണ്. ഒന്നിരിക്കൽ ഒരാൾ നേരിട്ട് കാണും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറൊരാൾ കാണും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പം നമ്മളെ കാര്യത്തിൽ വേറൊരാൾക്ക് സ്വപ്നം കാണാം, അയാൾ സത്യവാനാണെങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കുകയും വേണം. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പൊ നേരിട്ടും കാണാം, വേറൊരാൾ വഴി കാണാം, വേറൊരാൾ വഴി ഇങ്ങോട്ട് കാണാം. അങ്ങനെ ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. ചിന്തിക്കണം. ഇനി ഇതാ വഹാബി ഏജന്റുകളായ തിരുകേശ വിരോധികൾ പറയുന്നത് കേൾക്കൂ. ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്മാരാകുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകും, അത് ചിലപ്പോൾ സംഘടനയാകും. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതൊക്കെ UDF. UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം വേണം. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ എതിര് പറയാന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. നമുക്ക് വിഷയം. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ കയറിയിട്ടാ വരിക. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ